അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ ഇൻ നുരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. വളരെ വിദൂരതയിൽ ഇരുന്നു കൊണ്ടാണ് നമ്മൾ തമ്മിൽ സംസാരിക്കുന്നത്. പുതിയ കാലത്ത് അതിനൊക്കെ സാധ്യത അല്ലെങ്കിൽ സൗകര്യമുണ്ട് എന്നത് വലിയ അനുഗ്രഹമാണ്. ഇസ്ലാമിൻ്റെ സന്ദേശം എല്ലാ മേഖലയിലേക്കും എത്തിക്കാൻ അത് ഉപകരിക്കുകയും ചെയ്യും, നല്ല രീതിയിൽ അതിനെ ഉപയോഗപ്പെടുത്തുമ്പോൾ. ഞങ്ങൾ നടത്തിയിരുന്ന ആയാത്ത് ദർസെ ഖുർആന് യൂറോപ്യൻ രാജ്യങ്ങളിലുള്ളവരും അമേരിക്കൻ നാടുകളിലുള്ളവരും അടക്കം ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുള്ള ആളുകളും അതിൽ പഠിതാക്കളായിരുന്നു. ആസ്ട്രേലിയയിലും ഒക്കെ ഉള്ള ആളുകൾ അൽഹംദുലില്ലാ അവരൊക്കെ പലരേറ്റും കമ്മ്യൂണിക്കേഷനും ഉണ്ടായിരുന്നു. അപ്പോഴൊക്കെ ആലോചിക്കാറുണ്ട്, ഇസ്ലാമിൻ്റെ സന്ദേശം പുതിയ കാലത്ത് വളരെ വേഗത്തിലെത്തിക്കാൻ ഇതൊക്കെ അവസരമാണ് എന്ന് ചിന്തിക്കാറുണ്ട്. ഞാൻ മുമ്പ് യൂറോപ്പിലുള്ള ആളുകൾക്ക് നോമ്പുമായി ബന്ധപ്പെട്ടൊരു ക്ലാസ് എടുത്തിരുന്നു, കുറച്ച് വർഷം, 1-2 വർഷങ്ങൾക്ക് മുമ്പ്. ആ ടീമാണോ നിങ്ങളാണോ ആ ടീം എന്നെനിക്കറിയില്ല. എന്തായാലും ഇതൊരു സന്തോഷമുള്ള കാര്യമാണ്. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് തെരഞ്ഞെടുത്ത വിഷയം അതിനേക്കാൾ പ്രസക്തമാണ്. സക്കാത്തിനെ സംബന്ധിച്ചാണ്. ഇസ്ലാമിൻ്റെ തൃതീയ സ്തംഭങ്ങളിൽ മുസ്ലിം സമൂഹം ഏറ്റവും കൂടുതൽ അവഗണിച്ചത് ഒരു സംശയവും ഇല്ല, സക്കാത്തിനെയാണ്. ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ ഇസ്ലാമിൻ്റെ ഈ തൃതീയ സ്തംഭത്തെയാണ് ഏറ്റവും കൂടുതൽ അവഗണിച്ചിട്ടുള്ളത്. നമസ്കാരമൊക്കെ ഇപ്പോൾ ഏതാണ്ട് ആളുകളൊക്കെ, നിരീശ്വരവാദികളും നിർമ്മതവാദികളും അല്ലാത്ത ആളുകളൊക്കെ ഒരുവിധം നമസ്കാരം കൃത്യമായി അനുഷ്ഠിക്കുന്നവരാ. അതേപോലെ നോമ്പ് മുസ്ലിങ്ങൾ മാത്രമല്ല, ബാക്കിയുള്ളവരും കൂടി നോമ്പ് വെക്കുന്ന ഒരു കാലമാണ്. ഹജ്ജ് പലതവണ ചെയ്യുന്ന പ്രകൃതത്തിലേക്ക് നമ്മുടെ സമൂഹം മാറിയിട്ടുണ്ട്. പക്ഷെ ഏറ്റവും വ്യക്തമായി പറയാൻ കഴിയും, സംശയമില്ല, ഏറ്റവും കൂടുതൽ ഇസ്ലാമിൽ അവഗണിക്കപ്പെട്ട ഒരു ഇബാദത്ത്, ആരാധന, അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭം, അത് സക്കാത്താണ്. അതേസമയം ഖുർആനും ഹദീസും ഇസ്ലാമിക അധ്യാപനങ്ങളും വളരെ ശക്തമായി, വളരെ പ്രാധാന്യപൂർവ്വം കൽപ്പിച്ച ഒന്ന് സക്കാത്തും സദക്കയൊക്കെയാണ് എന്ന് കാണാൻ സാധിക്കും. അപ്പൊ ആ വിഷയത്തിൽ ഇനിയും വലിയ മാറ്റങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടക്കേണ്ടതുണ്ട്. വലിയ അല്ലെങ്കിൽ വലിയ ഡിസ്കഷൻ നടക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. സക്കാത്ത് എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ അവകാശം എന്ന നിലയിൽ മനുഷ്യൻ ദരിദ്രന്മാർക്കും മറ്റും നൽകുന്ന ധനത്തിനാണ് സക്കാത്ത് എന്ന് സാങ്കേതികമായി പറയുന്നത്. അത് ക്ഷേമത്തോടൊപ്പം മനസ്സംസ്കരണം സാധ്യമാകുന്നു എന്ന നിലയിലാണ് സക്കാത്ത് എന്ന പദം പ്രയോഗിക്കുന്നത്. വാക്കിൻ്റെ അർത്ഥം അഭിവൃദ്ധി, വളർച്ച, ക്ഷേമാഭിവൃദ്ധി എന്നൊക്കെയാണ്. ഖുദ് മിൻ അംവാലിഹിം സദഖതൻ തുതഹിറുഹും വതുസക്കീഹിം ബിഹാ എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അവരെ ശുദ്ധീകരിക്കുന്ന, അവരെ സംസ്കരിക്കുന്ന സദക്ക അവരിൽ നിന്ന് പിടിച്ചെടുക്കണം. ഭാരതത്തില് മനുഷ്യനെ എല്ലാ അർത്ഥത്തിലും സംസ്കരിക്കുന്ന, അവരെ വളർത്തുന്ന, അവരെ ഔന്നത്യത്തിലേക്ക് എത്തിക്കുന്ന ഒരു കർമ്മം എന്ന നിലക്കാണ് ഈ സാമ്പത്തിക ഇടപാടിന് സക്കാത്ത് എന്ന പദപ്രയോഗം വന്നത് തന്നെ. ഒരു സമൂഹം നന്നാകണമെങ്കിലും, ഒരു വ്യക്തി ഉന്നതമാകണമെങ്കിലും അനിവാര്യമായും സക്കാത്ത് കൊടുക്കണം എന്ന് മാത്രമല്ല, ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ ഒന്നാണത്.
അത് തകർന്നാൽ പിന്നെ ഇസ്ലാമാകുന്ന കെട്ടിടം നിലനിൽക്കാൻ പ്രയാസാവും. ബുനിയൽ ഇസ്ലാമു അലാ ഖംസ എന്ന ഹദീസിൽ സക്കാത്ത് കൃത്യമായി പറയുന്നുണ്ട്. നമസ്കാരത്തിനോടൊപ്പം വിശുദ്ധ ഖുർആൻ കൽപ്പിച്ച, ഏറ്റവും പ്രാധാന്യപൂർവ്വം കൽപ്പിച്ച ഒരു കർമ്മം സക്കാത്താണ്. ഈമാനിന് ശേഷം ഒരാൾ മുഅ്മിനായാൽ പിന്നെ അയാൾ ചെയ്യേണ്ട രണ്ട് പ്രവർത്തനങ്ങൾ വിശുദ്ധ ഖുർആന്റെ വെളിച്ചത്തിൽ ഏറ്റവും പ്രാധാന്യപൂർവ്വം പറയുന്ന രണ്ട് പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ ഒരു മുസ്ലിമിന്റെ, ഒരു വിശ്വാസിയുടെ ജീവിതം വരച്ചു കാണിക്കുന്നിടത്ത് ഖുർആൻ സക്കാത്തും നമസ്കാരവുമാണ് പറയുന്നത്. ഇന്നല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി വഅഖാമുസ്സലാത്ത വആത്തുസ് സക്കാത്ത ലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം എന്നാണ്. അവർ വിശ്വസിക്കുക, സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുക, നമസ്കാരം നിലനിർത്തുക, സക്കാത്ത് കൊടുക്കുക, അവർക്ക് അള്ളാഹുവിന്റെ അടുക്കൽ വലിയ പ്രതിഫലമുണ്ട് എന്നതാണ്. അതിൻ്റെ ഒരു ആ ക്രമത്തിൽ തന്നെ പരിഗണിച്ചാൽ അതിൻ്റെ ഒരു വിശ്വാസി എന്ത് ചെയ്യണം എന്നതിൻ്റെ ക്രമത്തിൽ തന്നെ നമസ്കാരത്തിനോട് ചേർത്ത് സക്കാത്ത് കൊടുത്തതായിട്ട് കാണാൻ കഴിയും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തൊരു ഹദീസിൽ കാണാം, മുആദ് റളിയല്ലാഹു അൻഹുവിനെ പ്രവാചകൻ യമനിലേക്ക് ഗവർണറായി അയക്കുമ്പോൾ അദ്ദേഹത്തോട് റസൂൽ ചോദിക്കുന്നുണ്ട്, ഇനി അവിടെ ചെന്നാൽ ആദ്യം എന്താണ് ചെയ്യുക? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന ആശയത്തിലേക്ക് ആളുകളെ ക്ഷണിക്കും. പിന്നെന്ത് ചെയ്യും? ആളുകളോട് ഞാൻ നമസ്കാരത്തെ കുറിച്ച് പറയും. അവർ ഷഹാത്ത് കലിമ ഇല്ലാൽ പിന്നെ ഞാൻ അവരോട് പറയും, നിങ്ങൾ നമസ്കാരം നിലനിർത്തണം എന്നാണ് പറയുക. പിന്നീട് എന്ത് ചെയ്യും എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ സക്കാത്ത് ശേഖരിച്ച് വിതരണം ചെയ്യും എന്ന് പറഞ്ഞു. അപ്പൊ ഇസ്ലാമിന്റെ ഒരു തർക്കമില്ലാത്തൊരു ക്രമം തന്നെ വിശ്വാസം സ്വീകരിക്കുക, അല്ലെങ്കിൽ കലിമ പ്രഖ്യാപിക്കുക, നമസ്കരിക്കുക, പിന്നെ സക്കാത്ത് കൊടുക്കുക എന്നതാണ്. വിശുദ്ധ ഖുർആൻ മുത്തഖീങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതയായി പറഞ്ഞതും അതാണ്. ഇന്നൽ മുത്തഖീന ഫീ ജന്നാത്തിൻ വ ഉയൂൻ ആഖിരീന മാ ആതാഹും റബ്ബുഹും ഇന്നഹും കാനൂ ഖബല ദാലിക മുഹ്സിനീൻ കാനൂ ഖലീലൻ മിനൽ ലൈലി മാ യഹ്ജഊൻ വബിൽ അസ്ഹാരിഹിം യസ്തഗ്ഫിറൂൻ വഫീ അംവാലിഹിം ഹഖ്ഖുൽ ലിസ്സായിലി വൽ മഹ്റൂം. മുത്തഖീങ്ങൾക്ക് സ്വർഗത്തിലും തോട്ടങ്ങളിലൊക്കെ ആണെന്ന് പറഞ്ഞിട്ട് ആ മുത്തഖീങ്ങളുടെ രണ്ട് സവിശേഷതയാണ് വിശദീകരിക്കുന്നത്. അവർക്ക് അള്ളാഹു നൽകിയതിൽ നിന്ന് അവർ ചെലവഴിക്കുന്ന മുഹ്സിനീങ്ങളാണ് അവര്. അവര് രാത്രി വളരെ കുറച്ചേ ഉറങ്ങുന്നുള്ളൂ. രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ അവരിരുന്നു കൊണ്ട് ഇസ്തിഗ്ഫാർ നടത്തും. ഒരു പരമഭക്തനെ പോലെ ആത്മീയമായ കാര്യം നിർവഹിക്കും. വഫി അംവാലിഹിം ഹഖ്ഖുൽ ലിസ്സായിലി വൽ മഹ്റൂം. അവരുടെ സമ്പത്തിൽ വിഭവം തടയപ്പെട്ടവർക്ക്, ചോദിച്ചു വരുന്നവർക്കും അവകാശമുണ്ട് എന്നാണ് പഠിപ്പിക്കുന്നത്. അത് ഖുർആൻ ഇങ്ങനെ തതജാഫാ ജുനൂബുഹും അനിൽ മളാജി യദഊന റബ്ബഹും ഖൗഫൻ വതമഅൻ വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. സൂറത്ത് സജദയിൽ ഒരു ഭക്തനെ വർണ്ണിക്കുകയാണ്. രാത്രി അയാളുടെ ഇരു പാർശ്വങ്ങൾ ഇങ്ങനെ പൊന്തും ഭയഭക്തിയാൽ. പക്ഷെ അതിനോട് ചേർത്ത് പറയുന്നു, അവർ വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, അവർക്ക് നാം നൽകിയതിൽ നിന്ന് ചെലവഴിക്കുന്നവരാണ്. അപ്പൊ സക്കാത്തിനെ അടർത്തിക്കൊണ്ട്, സാമ്പത്തിക ഇടപാടുകളെ അടർത്തിക്കൊണ്ട് ഒരു നമസ്കാരത്തെക്കുറിച്ചോ ഒരു ആത്മീയതയെക്കുറിച്ചോ ഉള്ള ഒരു വർത്തമാനം തന്നെ ഇല്ല എന്ന് കാണാൻ സാധിക്കും. എനിക്കൊക്കെ പലപ്പോഴും തോന്നിയിട്ടുള്ളത്, ഈ സക്കാത്ത് പറയാൻ വേണ്ടി നിസ്കാരം പറഞ്ഞതാണോ എന്ന് തോന്നിപ്പോകും. കാരണം സംസ്കാരത്തെ കുറിച്ച് ഒരു വാക്ക് അക്കീമുസ്സലാത്ത എന്ന് പറയും, ചേർത്ത് സക്കാത്ത് പറഞ്ഞു എന്ന് മാത്രമല്ല, സക്കാത്തിനെ കുറിച്ച് കൂടുതൽ വിവരിക്കുകയും ചെയ്യും. നരകത്തെ കുറിച്ച് ഖുർആൻ വർണ്ണിക്കുന്നിടത്ത് സക്കാത്ത് കൊടുക്കാത്തവരെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് നരകം കൂടുതൽ വിശദീകരിച്ചിട്ടുള്ളത്. സാമ്പത്തിക രംഗത്ത് വിശുദ്ധി പാലിക്കാത്തവരെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് നരകശിക്ഷയെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്.
പരലോകത്ത് മഹ്ശറയില് വിചാരണയെ കുറിച്ച് പറഞ്ഞപ്പോ മൊത്തം ആയുസിന്റെ ഓരോ സെക്കൻഡും അവിടെ ചെലവഴിച്ചു എന്ന് കണക്ക് ബോധിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് എടുത്തു പറഞ്ഞൊരു കാര്യം സമ്പത്തിനെ കുറിച്ച് ചോദിക്കും, അതെവിടെ ചെലവഴിച്ചു, അത് എവിടുന്ന് സമ്പാദിച്ചു. ഇപ്പൊ വിശുദ്ധ ഖുർആൻ മൊത്തം പരിശോധിച്ചാല് നോമ്പിനെ കുറിച്ച് ഒരു 4-5 ആയത്തേ ഉള്ളൂ, ആകെ അത്രേ ഉള്ളൂ. അൽബക്കറയിൽ ഒരു 3/4 പേജ് ആയത്തെ നോമ്പിനെ കുറിച്ചുള്ളൂ. നമസ്കാരത്തെ കുറിച്ചും ഇങ്ങനെ അഖീമുസ്സലാത്താന്ന് ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നു എന്നതല്ലാതെ നമസ്കാരവും ഒരു എങ്ങനെ നിർവഹിക്കണം എന്നുള്ളതിന്റെ ഒരു ചെറിയ വിശദീകരണം പോലും ഖുർആന്റെ ശൈലി അനുസരിച്ച് ഒരു 2 ആയത്തുണ്ടെങ്കിൽ നമസ്കാരം വിശദീകരിക്കാം, പക്ഷെ വിശദീകരിച്ചിട്ടില്ല. ഇത് തോന്നുന്ന അള്ളാഹു താലൊക്കെ അറിയാം, മനുഷ്യന്മാർ അതൊക്കെ വളരെ വേഗം ചെയ്യും. പക്ഷെ ചെയ്യാത്ത സാമ്പത്തിക വിഷയത്തെ കുറിച്ച് ഖുർആനിൽ ഉടനീളം ധാരാളം ആയത്തുകൾ സാമ്പത്തിക വിഷയവുമായി കൊടുത്തതായിട്ട് കാണാൻ സാധിക്കും. അതിലെ വല്ലദീന യക്നിസൂന الذهب والفضة ولا ينفقونها في سبيل الله فبشرهم بعذاب أليم يوم يحمى عليها في نار جهنم وتكوى بها جباههم وجنوبهم وظهورهم هذا ما كنزتم لأنفسكم. സ്വർണവും വെള്ളിയും കെട്ടിപ്പൂട്ടി വെച്ച് അള്ളാഹിന്റെ മാർഗത്തിൽ ചെലവഴിക്കാത്ത ആളുകൾക്ക് വലിയ ശിക്ഷ. അവരുടെ മുതുകിലും നെറ്റിയിലും പുറകിലുമൊക്കെ ചൂട് കപ്പിക്കപ്പെടുന്ന വളരെ ഹൃദയത്തെ പിടിച്ചുലക്കുന്ന രൂപത്തിലുള്ള നരകവർണ്ണനകളാണ് പറയുന്നത് കണക്ക്. വേറൊരു ഹദീസിൽ റസൂൽ പറയുന്നുണ്ട്, സലാസത്തുൻ നുഖ്സിമു അലൈഹിന്ന വഹദ്ദിസു ലക്കും ഹദീസ ഫഹ്ഫദൂഹു മാ നകസമാലും മിൻ സദഖ. നിങ്ങൾക്ക് ഒരു കാര്യം ഉറപ്പിച്ചു തറപ്പിച്ചു ഞങ്ങളോട് പറയാം, ഒരിക്കലും സദക്ക കൊടുക്കുക വഴി സമ്പത്ത് നഷ്ടപ്പെടുകയില്ല, സമ്പത്ത് കുറഞ്ഞു പോകൂല. വലാ യഹ്സബന്നല്ലദീന യബ്ഖലൂന മാ അതാഹുമുല്ലാഹു മിൻ ഫളിഹി ബൽ ഹുവ ഫളിഹി ഹുവ ഖൈറുൽ ലക്കും ബൽ ഹുവ ശർറുൽ ലക്കും സയുതവഖൂന മാ ബഖിലൂ ബിഹി യൗമൽ ഖിയാമ. ആളുകളുടെ അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാതെ പിശുക്കി വെക്കുന്ന സമ്പത്തൊക്കെ ഗുണകരമാണെന്ന് തെറ്റിദ്ധരിക്കരുത്. അത് നാശാണ് അങ്ങനെ എടുത്തു വെക്കുന്നത്. പരലോകത്ത് അല്ലാഹു തആല അത് ചൂട് വെപ്പിക്കും എന്നാണ് പഠിപ്പിച്ചത്. അപ്പൊ ഇങ്ങനെ സക്കാത്ത് മുസ്ലിം പ്രവാചക ശരീഅത്തിൽ മാത്രമല്ല, മുൻ പ്രവാചകന്മാർക്കും അല്ലാഹു സക്കാത്ത് നിർബന്ധമാക്കിയിട്ടുണ്ട്. വക്കാന യഉമുറു അഹ്ലുഹു ബിസ്സലാത്തി വസ്സകാത്തി വക്കാന ഇൻദ റബ്ബിഹി മർദിയ എന്നൊക്കെ പറഞ്ഞിട്ട് കാണാൻ കഴിയല്ലോ. ഇസ്മായിൽ നബി അലൈഹിസ്സലാം തന്റെ കുടുംബത്തിനോട് നമസ്കാരവും സക്കാത്തും കൽപ്പിച്ചിരുന്നു എന്ന് പറഞ്ഞതായിട്ട് കാണാൻ കഴിയും. എല്ലാ പ്രവാചകന്മാരും അങ്ങനെ സക്കാത്ത് കൽപ്പിച്ചതായിട്ട് ഖുർആനിൽ കാണാൻ കഴിയും. മാത്രമല്ല, ഈ സക്കാത്ത് കൊടുക്കാത്തവരുടെ ഇതിനെ കുറിച്ചൊക്കെ അത് ആ സമ്പത്ത് അങ്ങനെ ശേഖരിച്ച് വെക്കുന്നത് സർപ്പങ്ങളായി മാറുമെന്നും അനമാലുക്കാന് കെൻസുക്കാന്നൊക്കെ പറഞ്ഞ് നിന്റെ സമ്പത്താണ് ഞാൻ, നിന്റെ സമ്പാദ്യമാണെന്ന് ഞാൻ എന്നൊക്കെ പറഞ്ഞ് കൊത്തുമെന്നൊക്കെ പറഞ്ഞിട്ട് ഹദീസുകളിലൊക്കെ കാണാൻ കഴിയും. ഞാൻ അതുപോലെ പറഞ്ഞെന്താ പറഞ്ഞാല് സക്കാത്തിന്റെ ഒരു പ്രാധാന്യം നമ്മൾ ഗൗരവപൂർവ്വം മനസ്സിലാക്കണം. സ്വർഗത്തിലെത്തണമെങ്കിലും നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിലും ഇഹത്തിൽ വിജയം ലഭിക്കണമെങ്കിലും നമുക്ക് ഐശ്വര്യം ഉണ്ടാകണമെങ്കിലൊക്കെ സക്കാത്ത് കൊടുക്കുക എന്നത് നമ്മുടെ ബാധ്യതയായിട്ട് മനസ്സിലാക്കേണ്ടത്. ഇവിടെ അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ നമ്മൾ അറിയണം. അതിലൊന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നത് സമ്പത്ത് അള്ളാഹുവിൻ്റെതാണ്. ശരിക്കും ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ അൽമാലു മാലുള്ള, സമ്പത്തിന്റെ പരമമായ ഉടമസ്ഥാവകാശം അള്ളാഹ്ക്കാണ്. മീറാസു സമാവാത്തി വൽ അർദ്, ആകാശഭൂമികളുടെ ഖജാനയും അതിന്റെ ഉടമസ്ഥാവകാശം അള്ളാഹ്ക്കാണ്. സമ്പത്ത് എന്നുള്ളതിന് പകരം ഖുർആൻ പലപ്പോഴും പറയലും ഇമ്മാർ ദഖിനാഹും, അവർക്ക് നാം നൽകിയത് എന്ന പ്രയോഗമാണ് തരുന്നത്. പ്രത്യേകിച്ച് ചെലവഴിക്കാൻ പറയുമ്പോൾ ഖുർആൻ പറയല് മിമ്മാർ ദഖിനാഹും യുൻഫിഖൂൻ, അവർക്ക് നാം നൽകിയതിൽ നിന്ന് ചെലവഴിക്കാന്നാണ്. നമ്മളൊക്കെ വെറും കയ്യോടെ ഭൂമിയിലേക്ക് വന്നവരാ, വെറും കയ്യോടെ തിരിച്ചു പോകേണ്ടവരാ. നമുക്ക് കുറെ സമ്പത്ത് നൽകിയത് അല്ലാഹു തആല നമ്മൾ പ്രത്യേകം നമുക്ക് നൽകിയതാണ്.
അതിപ്പോ നമ്മുടെ ഒരു മിടുക്കൊണ്ടൊന്നുമല്ലല്ലോ. അപ്പൊ നമ്മുടെ പറമ്പിൽ തേങ്ങ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഒരു തേങ്ങ കുഴിച്ചിട്ടാൽ 10,000-കണക്കിന് തേങ്ങ ഉണ്ടാകുന്ന തെങ്ങ് എന്ന് പറഞ്ഞ സംവിധാനം നമ്മളുണ്ടാക്കിയതല്ല. നമ്മളുണ്ടാക്കിയ ഓരോ സമ്പത്തും അള്ളാന്റെ ഒരു അനുഗ്രഹം ഇല്ലെങ്കിൽ ഒരു സെക്കൻഡിൽ നഷ്ടപ്പെട്ടു പോകുന്നതുമാണ്. ഒന്ന് തീ പിടിച്ചപ്പോ വലിയ സമ്പന്നരുടെ വീടുകളൊക്കെ കത്തി അവരുടെ സ്വത്തുക്കളൊക്കെ നശിച്ചു പോയില്ലേ? ഒന്നും വെള്ളപ്പൊക്കം വന്നപ്പോ കെട്ടിപ്പൊക്കിയതൊക്കെയും തകർന്നു പോയില്ലേ? ഇപ്പൊ അള്ളാഹുവിന്റെ ഒരു അനുഗ്രഹത്തിൽ പടച്ചോ നമുക്ക് തന്നതാണ് നമ്മളെ മുതല്. ഇതിനെ സംബന്ധിച്ച് ഇസ്ലാം പറയുന്നത് ഈ സമ്പത്ത് അള്ളാഹു താല ഒരു പരീക്ഷണ വസ്തുവാക്കിയിരിക്കുകയാണ്. ചിലർക്ക് കൂടുതൽ കൊടുക്കും, ചിലർക്ക് കുറവ് കൊടുക്കും. കൂടുതൽ ഉള്ളവർ കുറവ് കൽപ്പിക്കപ്പെട്ടവർക്ക് നൽകുന്നുണ്ടോ എന്നതാണ് പരീക്ഷ. കുറവ് നൽകപ്പെട്ടവർ ക്ഷമയോടുകൂടി ജീവിക്കുന്നുണ്ടോ എന്നതാണ് പരീക്ഷ. ലതുബ്ലവുന്ന ഫീ അംവാലിക്കും വ അൻഫുസിക്കും. സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും അള്ളാഹ് നിങ്ങളെ പരീക്ഷിക്കും. അതാ പറഞ്ഞ പോലെ തഹ്സബന്നല്ലദീന യബ്ഖലൂന മാ ആതാഹുമുല്ലാഹു മിൻ ഫളിഹി ഹുവ ഖൈറുൽ ലഹും അല്ല ശർറുൽ ലഹും ഖൈറുൽ ലഹും. അത് ഖൈറാണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ടെന്ന് പറഞ്ഞു. അതൊരു സമ്പന്നർക്ക് സമ്പത്ത് കിട്ടിയത് ഒരു പരീക്ഷണ വസ്തു. വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്തി വബശ്ശിരിസ് സാബിരീൻ. സമ്പത്ത് ചുരുക്കിക്കൊണ്ട് അള്ളാഹ് പരീക്ഷിക്കും. അപ്പൊ ഇതൊരു പരീക്ഷണമാണ്. അള്ളാഹുവിന് വേണമെങ്കിൽ കോടാനുകോടി നക്ഷത്രഗോളങ്ങൾ അത്യത്ഭുതകരമായി സൃഷ്ടിച്ച അള്ളാഹ്ക്ക് ഭൂമിയിലെ മനുഷ്യരെ മുഴുവൻ സമ്പന്നരാക്കാൻ ഒരു പ്രയാസവും ഇല്ല. ഇപ്പോഴും അള്ളാഹ് ഭൂമിയിൽ നൽകിയ നിക്ഷേപങ്ങൾ ജനങ്ങൾക്കിടയിൽ തുല്യമായി വിതരണം ചെയ്യപ്പെട്ടിരുന്നെങ്കിൽ എല്ലാ മനുഷ്യരും സമ്പന്നരാകും. 750 കോടി മനുഷ്യർ ലോകത്ത് ജീവിക്കുന്നുണ്ടെങ്കിൽ 700 കോടി മനുഷ്യർ ജീവിക്കുന്നുണ്ടെങ്കിൽ 750 കോടി മനുഷ്യർക്ക് സുഭിക്ഷമായി ഭക്ഷിക്കാവുന്ന ഭക്ഷ്യധാന്യം ലോകത്ത് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. പക്ഷെ 150 കോടി മനുഷ്യർ പട്ടിണി കിടക്കുകയാണ്. ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം 20,000 കുഞ്ഞുമക്കള് ഭക്ഷണം കിട്ടാതെ, പോഷകാഹാരം കിട്ടാതെ മരിച്ചു വീഴുന്നുണ്ട്. കാരണം ഉള്ള ആളുകൾ സുഖിച്ച് മതിച്ച് രസിച്ച് ദൂർത്തടിച്ച് നശിപ്പിച്ച് ജീവിക്കുമ്പോൾ മറ്റു ചിലർ ഭക്ഷണം കിട്ടാതെ പോകുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഇസ്ലാം പറഞ്ഞ ഇദാ ജാഉ ഇല്ലാ ബിമാ യസ്നഉൽ അഗ്നിയാ. ഒരു സമൂഹത്തിൽ ആരെങ്കിലും ഭക്ഷണം കിട്ടാതെയും വസ്ത്രം കിട്ടാതെയും വിഷമിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണക്കാർ ആ സമൂഹത്തിൽ സമ്പന്നരാണ് അതിന്റെ കാരണക്കാര്. അപ്പോ സമ്പത്ത് കിട്ടിയ ആളുകളോട് ഇസ്ലാം പറഞ്ഞു അള്ളാഹ് കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും സുഭിക്ഷമായി. സമ്പത്ത് കൊടുത്തവരോട് പറഞ്ഞു നിങ്ങളുടെ സമ്പത്തിൽ അവകാശമുണ്ട്, ഹക്കുണ്ട് എന്നാണ്. സക്കാത്തിനെ ഒരിക്കലും ഉള്ളവൻ കൊടുക്കുന്ന ഔദാര്യമായിട്ട് ഇസ്ലാം അംഗീകരിക്കുന്നേയില്ല. സക്കാത്തിന് മറ്റൊരു വേർഷം പറഞ്ഞാല് ഒരാളുടെ സമ്പത്തിൽ നിശ്ചിത അളവിലെത്തിക്കഴിഞ്ഞാൽ, നിശ്ചിത സമയം എത്തിക്കഴിഞ്ഞാൽ അയാളുടെ സ്വത്തിൽ മറ്റുള്ളവർക്ക് അവകാശം ഉണ്ടാകുന്ന പ്രക്രിയയാണ് യഥാർത്ഥത്തിൽ സക്കാത്ത്. എൻ്റെ കയ്യിൽ 10 ലക്ഷം രൂപയുണ്ട്. ഒരു വർഷം കഴിയുമ്പോൾ എൻ്റെ സമ്പത്തിൽ 25,000 രൂപ നാട്ടുകാരുടെ പൈസയായി തീരുന്ന പ്രക്രിയക്കാണ് സക്കാത്ത് എന്ന് പറയാം. അഥവാ എൻ്റേത് 9.25 തീരുന്ന അവസ്ഥക്കാണ് സക്കാത്ത് എന്ന് പറയാം. ആ 25,000 എൻ്റെ പൈസ ആയിട്ട് കൊടുക്കണമല്ല, അവരുടേത് എൻ്റെ ഉണ്ടായിരുന്നത് എടുത്തു കൊടുക്കുകയാണ് ഞാൻ. അതുകൊണ്ടാണ് സക്കാത്ത് ഞാൻ കൊടുക്കണമല്ല, സക്കാത്ത് അവർ പിടിച്ചെടുക്കണതാണ് എൻ്റേത്. പൊതുമിന്റെ അംവാരി അവരെ സത്തിൽ നിന്ന് പിടിച്ചെടുക്കണം. ഈ പാവങ്ങളുടെ ഹക്ക് അവരേലുണ്ട്. അപ്പൊ സക്കാത്ത് എന്തോ ഞാൻ കൊടുക്കണ ഔദാര്യമായിട്ട് ഇസ്ലാം പരിഗണിക്കുന്നില്ല. നിനക്ക് അള്ളാഹ് തന്ന മുതലിൽ നിശ്ചിത ഘട്ടം കഴിയുമ്പോൾ, നിശ്ചിത തോതെത്തിക്കഴിഞ്ഞാൽ നിന്റേതല്ലാതെ ആകുന്ന പൈസ അത് നീ വെക്കാൻ പാടില്ല, അത് അവർ പിടിച്ചെടുക്കും എന്നാണ് ആ പറഞ്ഞതിന് അർത്ഥം. സക്കാത്ത് വരുമാനത്തിനല്ല മുതലിലാണ് അധികവും എന്ന് നമ്മൾ മനസ്സിലാക്കണം. ചിലതിൽ പ്രത്യേക വരുമാനങ്ങൾക്ക് നിശ്ചയിച്ചിട്ടുണ്ടാകും, പക്ഷെ അധികവും മുതലിനാണ്. ഇൻകം ടാക്സ് പോലെ ഇൻകത്തിനല്ല സക്കാത്ത്. ഒരാളുടെ കയ്യില്, ഒരു സ്ത്രീയുടെ കയ്യിൽ 100 പവൻ സ്വർണം ഉണ്ടെങ്കിൽ 1 കൊല്ലം കഴിയുമ്പോൾ 97.5 പവനായി മാറുന്ന പ്രക്രിയയാണ് സക്കാത്ത്. അതാണ് സക്കാത്ത്. അപ്പോൾ ചിലർ ചോദിക്കാറുണ്ട് നമ്മളോട്, പിറ്റത്തെ കൊല്ലം അതിന്റെ 2.5%, പിറ്റത്തെ കൊല്ലം അതിന്റെ 2.5%. അങ്ങനെ കുറെ കാലം കഴിഞ്ഞാൽ തീർന്നു പോകുമല്ലോ. തീർന്നു പോയിക്കോട്ടെ, പിന്നെ സക്കാത്ത് കൊടുക്കണ്ടല്ലോ, സുഖമായി. എന്നാലും ഒരാള് വനിയായി കഴിഞ്ഞാൽ, സമ്പന്നനായി കഴിഞ്ഞാൽ അയാൾ സക്കാത്ത് കൊടുക്കണം. 10.5 പവൻ, 85 ഗ്രാം വരെ
അയാൾ ഒരു പൈസ പോലും സക്കാത്ത് കൊടുക്കേണ്ടതില്ല. ഒരു പൈസ പോലും സക്കാത്ത് കൊടുക്കേണ്ടതില്ല. പക്ഷേ 86 പവനായി കഴിഞ്ഞാൽ, 85 പവനായി കഴിഞ്ഞാൽ അയാൾ ആ 85 പവനും അയാൾ സക്കാത്ത് കൊടുക്കണം. 86 ഒരാളിൽ 11 പവനുണ്ടെങ്കിൽ 11 പവനുമുള്ള 2.5% സക്കാത്ത് കൊടുക്കണം. അഥവാ 10 കിഴിച്ച് അരപ്പവന് സക്കാത്ത് കൊടുത്താൽ പറ്റൂല. അയാൾ സമ്പന്നനാകാനുള്ള പരിധിയാണത്. 85 ഗ്രാം സ്വർണത്തിന്റെ ഉടമയാകുന്നതോടുകൂടി അയാൾ വലിയായി അഥവാ സമ്പന്നനായി. പിന്നെ അയാളുടെ കയ്യിലുള്ളതിനൊക്കെയും അയാൾ സക്കാത്ത് കൊടുക്കണം. ഇതാണ് ഈ പറഞ്ഞതിന്റെ സ്വഭാവം. അപ്പൊ സക്കാത്ത് എന്ന് പറയുന്നത് സക്കാത്തിൽ പാവപ്പെട്ടവരുടെ അവകാശ പ്രഖ്യാപനമാണ് യഥാർത്ഥത്തിൽ സക്കാത്ത് എന്ന് പറയുന്നത്. സക്കാത്ത് കൊടുക്കല് നിർബന്ധമാണ് എന്ന് മാത്രമല്ല, ആ സക്കാത്ത് അവരുടെ നമ്മൾ കൊടുക്കുന്ന എന്തോ ഔദാര്യത്തിന്റെയോ ഓശാരത്തിന്റെയോ ഭാഗമല്ല, പകരം അത് അവരുടെ നിർബന്ധ ബാധ്യതയായി തന്നെ കാണേണ്ടതുണ്ട് എന്നതാണ്. ഇവിടെ ചില വസ്തുതകൾ കൂടി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇസ്ലാമിക സൊസൈറ്റിയിലെ ആ സക്കാത്ത് കൊടുക്കുമ്പോൾ ഇസ്ലാം പറയുന്നത് ഒരു സൊസൈറ്റി സമ്പന്നമാകുമെന്നാണ്. ഞാൻ നിങ്ങൾക്ക് ഒരു ചെറിയൊരു ലളിതമായൊരു വിശദീകരണത്തിലൂടെ പറയാം. ഇപ്പോൾ ലോകത്തെ എക്കണോമിസ്റ്റുകളും അല്ലെങ്കിൽ സാമ്പത്തിക വിദഗ്ധന്മാരൊക്കെ ചർച്ച ചെയ്തൊരു വിഷയമുണ്ട്. ഇപ്പൊ പലിശയാണോ സദക്കയാണോ ഒരു സമൂഹത്തെ ഉന്നതിയിലേക്ക് നയിക്കുക? ഇസ്ലാം പറഞ്ഞത് പലിശയേക്കാൾ ഉന്നതിയിലേക്ക് നയിക്കുക സദക്ക, ദാനധർമ്മങ്ങളും സക്കാത്തുമാണ്. ഒരു ഗ്രാമം, ആ ഗ്രാമത്തില് 5 മുതലാളിയും ഈ 45 പാവങ്ങളുമുണ്ട്. 5 മുതലാളിമാരുണ്ട്, 45 പാവങ്ങളായ ആൾക്കാരുണ്ട്. ഈ മുതലാളിമാര് ഇവർക്ക് പലിശക്കാണ് കൊടുത്തിരുന്നതെങ്കിൽ പണം എന്തായാലും ഇവർക്ക് കിട്ടണം. പക്ഷെ അത് പലിശക്കായിരിക്കും പിന്നെ കൊടുക്കുക. അപ്പൊ പലിശക്കാണ് കൊടുത്തിരുന്നതെങ്കിൽ ഇവർക്ക് മുതലാളിമാർക്ക് ഒരു നിശ്ചിത വളർച്ച ഉണ്ടാവുള്ളൂ, മറ്റൊരൊട്ടും വളരില്ല. ഒരു കടപ്പുറം ഭാഗമാണെങ്കിൽ, കടൽ ഭാഗത്താണെങ്കിൽ മീൻ കച്ചവടക്കാരാണ് 45 ആള്, ഇവർ 5 മുതലാളിമാര്. 10,000 രൂപ വാങ്ങുന്നു, വൈകുന്നേരമാകുമ്പോൾ 12,000 രൂപ കൊടുന്നു കൊടുക്കുന്നു, 13,000 രൂപക്കുള്ള കച്ചവടം നടത്തുന്നു, 2,000 രൂപ പലിശ കൊടുക്കുന്നു, 1,000 രൂപ ഒരാൾക്ക് കിട്ടുന്നു. അയാൾ 1,000 രൂപ കൊണ്ട് അരിഷ്ടിച്ച ജീവിതം നടത്തുന്നു. ഒരു ദിവസം ഇല്ലാതാവുമ്പോൾ പട്ടിണി കിടക്കുന്നു, പല പ്രയാസങ്ങളും, അതൊക്കെ വേറെ. പക്ഷെ മുതലാളിക്ക് 2,000 ആണ് കിട്ടുക. അതേസമയം പുതിയ സിസ്റ്റത്തിൽ പറയുന്നത് പറഞ്ഞാൽ മുതലാളി ഇവർക്കൊക്കെ സമ്പത്ത് കൊടുത്തു. അപ്പൊ അവരെന്ത് ചെയ്തു? വെറുതെ കൊടുത്തു 10,000, പലിശക്കല്ല, 10,000 ആയിട്ട് സദക്ക കൊടുത്തു. അപ്പൊ അവര് 13,000 രൂപക്ക് പണിയെടുക്കും. അപ്പൊ അവരെ കയ്യിൽ 3,000 ഉണ്ടാവും. പിറ്റേന്ന് ഇങ്ങനെ അവരെ പിറ്റേ ദിവസവും 3,000 ഉണ്ടാവും. 1,000 ചെലവാക്കിയാലും 2,000 ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. അപ്പൊ അവരുടെ ഇത് വർദ്ധിച്ചുകൊണ്ടിരിക്കും. അപ്പൊ സൈക്കിളിന് മീൻ വിൽക്കാൻ പോയിരുന്ന ആള് മോട്ടോർ സൈക്കിൾ മേടിച്ചു. അവര് പിന്നെ വീട്ടിലേക്ക് വേറെ പല സാമഗ്രികൾ വാങ്ങിച്ചു. അപ്പൊ നോക്കുമ്പോ ഈ ഗ്രാമത്തിലെ സൈക്കിൾ കട ഈ മുതലാളിയുടേതാണ്, മോട്ടോർ സൈക്കിൾ കട ഇയാളുടേതാണ്, പെട്രോൾ പമ്പ് മുതലാളിയുടേതാണ്. കാശ് കുറെ ആകിയപ്പോൾ അവർ ഫ്രിഡ്ജ് മേടിച്ചു, വാഷിംഗ് മെഷീൻ മേടിച്ചു, അതിന്റെ ഷോപ്പുകളൊക്കെ മുതലാളിയുടേതാണ്. അഥവാ ഇവരൊക്കെ കൂടി ഇപ്പോൾ മുതലാളിയെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. അഥവാ പലിശാധിഷ്ഠിത വ്യവസ്ഥകളെക്കാൾ ദാനധർമ്മ വ്യവസ്ഥകൾക്കാണ് സമൂഹത്തിലെ സമ്പന്നര് പോലും വളരാൻ ഉണ്ടാകുന്ന കാരണം എന്നതാണ് ഇസ്ലാം വിശദീകരിക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ പറയുമ്പോൾ മനസ്സിലാവുണ്ടോന്ന് എനിക്കറിയില്ല, മനസ്സിലാവും വിചാരിക്കുന്നു. അഥവാ ദാനധർമ്മത്തിലൂടെ ആയിരിക്കും കൂടുതൽ എല്ലാവരും വിജയത്തിലേക്ക് എത്തിച്ചേരുക, എല്ലാവരും വളരുക. അപ്പൊ അതിപ്പോ പലയിടത്തും പലിശാധിഷ്ഠിത സമ്പൽ വ്യവസ്ഥയേക്കാൾ നല്ലത് ഇസ്ലാമിന്റെ സദക്കാ വ്യവസ്ഥകളാണെന്നുള്ളിടത്ത് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്, ആ ചർച്ചകൾ പോകുന്നുണ്ട്. ഇസ്ലാമിന്റെ സക്കാത്തിന്റെ ലക്ഷ്യങ്ങളിൽ 2 ലക്ഷ്യങ്ങളാണ് അതിനുള്ളത്. ഒന്ന്, ഒരു വ്യക്തി സക്കാത്ത് കൊടുക്കുക മുഖേന ആത്മസംസ്കരണത്തിൽ ഏർപ്പെടുന്നു. പലിശക്കോ മറ്റോ കൊടുക്കുന്നവൻ അവനും മറ്റോനെങ്ങനെ ചൂഷണം ചെയ്യണമെന്ന മനസ്സല്ലാതെ ഒന്നും ഉണ്ടാവില്ല. ഞാൻ പണിയെടുത്തുണ്ടാക്കിയ കാശ് അള്ളാന്റെ അവകാശം എന്ന നിലയ്ക്ക് ഞാനിങ്ങനെ കൊടുക്കുമ്പോൾ പിന്നെ ഞാൻ തട്ടിപ്പും വെട്ടിപ്പും ചതിയും നടത്താൻ പോകൂല.
സക്കാത്ത് കൊടുക്കുന്നവൻ കൈക്കൂലി വാങ്ങാനും ആളുകളെ പറ്റിക്കാനും നടക്കൂല. സക്കാത്ത് കൊടുക്കുന്നവൻ സാമ്പത്തിക വിശുദ്ധിയുള്ളവനായിത്തീരും. സമൂഹത്തിൽ സാമ്പത്തിക വിശുദ്ധി ഉണ്ടായ പിന്നെ പറയണോ? ബാക്കി കൊലപാതകം ഉണ്ടാവില്ല, ചതി ഉണ്ടാവില്ല, വഞ്ചന ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. എല്ലാ തിന്മയുടെയും തലവ് അതിൻ്റെ ഒരു റസ് എന്ന് പറയുന്നത്, തല എന്ന് പറയുന്നത് ഹുബ്ബുദ്ദുനിയാണ്, സമ്പത്തിനോടുള്ള ഒരു പ്രേമമാണ്. അപ്പൊ അത് ഒരു മനുഷ്യന്റെ മനസ്സിൽ നിന്ന് നീക്കിയിട്ട് ഞാൻ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ആളാണെന്ന് വരുന്നതോടുകൂടി അയാൾ എന്ത് ചെയ്യുന്നു? ആത്മീയമായി ആത്മസംസ്കരണത്തിന് വിധേയമാവുകയാണ്. മാത്രമല്ല അയാൾ ഭൗതികമായും സാമ്പത്തികമായും വളരുമെന്നതാണ് തെളിയിക്കപ്പെടുന്നതൊക്കെ. ലോകത്ത് ആരും സക്കാത്ത് കൊടുത്തിട്ടൊന്നും തൊലഞ്ഞിട്ടില്ല. കല്യാണം നടത്തിയിട്ടും വീട് വെച്ചിട്ടും മറ്റു പലതും നടത്തിയിട്ട് ആളുകളൊക്കെ തൊലഞ്ഞു പോയിട്ടുണ്ട്. സക്കാത്ത് അയാൾക്ക് വർദ്ധിപ്പിക്കുക, മാൻ അക്സമാലും മിൻ സദക്ക എന്ന് പറഞ്ഞ പോലെ തന്നെ അത് വർദ്ധിക്കുകയാണ് ചെയ്യുക. രണ്ടാമത്തത്, അപ്പോൾ അത് ഭയങ്കരമാണ്. ഒരു വ്യക്തി പ്രത്യേകിച്ച് സമൂഹത്തിലെ സമ്പന്നർ ശുദ്ധരാകുന്നു എന്നുള്ളത് ഭയങ്കര വലിയ മാറ്റം ഉണ്ടാക്കുക. ചൂഷണം ഉണ്ടാവൂല, ചതികൾ ഉണ്ടാവൂല, ഹിഡൻ അജണ്ടകൾ ഉണ്ടാവൂല. ഇതൊക്കെ വലിയൊരു മാറ്റമായിരിക്കും സൊസൈറ്റിയിൽ ഉണ്ടാക്കുക. രണ്ടാമത്തെ കാര്യം, സക്കാത്ത് കൊടുക്കുക വഴി അഗതികളെ സംരക്ഷിക്കപ്പെടും, സമൂഹത്തിൽ ദാരിദ്ര്യം ഇല്ലായ്മ ചെയ്യാൻ കഴിയുമെന്ന് ഇസ്ലാം ശക്തമായി പറയുന്നുണ്ട്. ഇന്നല്ലാഹ ഇഫ്തറദ അലൈഹിം സദഖത്തൻ തൂഖദു മിൻ അഗ്നിയാഇം വതുറദ്ദു ഇലാ ഫുഖറാഹിം. സമ്പന്നരിൽ നിന്ന് പിടിച്ചെടുത്ത് ദരിദ്രരിലേക്ക് നൽകപ്പെടുന്ന സദക്ക എന്നാണ് വിശേഷിപ്പിച്ചത്. അപ്പൊ ശരിക്കും ഇസ്ലാമിലെ സക്കാത്ത് നടപ്പാക്കി കഴിഞ്ഞാൽ ഒരു സംശയമില്ല, ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യപ്പെടും. പക്ഷേ നമ്മുടെ സമൂഹത്തില് സക്കാത്തിന്റെ ഒരു വലിയ പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ, ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ കാലത്തൊക്കെ അങ്ങനെ സംഭവിച്ചതാണ്. ഇപ്പോ റസൂലുള്ള പോലും 2 ദിവസം വയറ് നിറയെ ഭക്ഷണം കഴിച്ചിട്ടില്ല എന്നാണ് അള്ളാന്റെ റസൂല്. വയറ് നിറയെ പ്രവാചക വീട്ടിൽ പിന്നെ മാസങ്ങളോളം തീ പുകഞ്ഞിട്ടില്ല. എന്നാ പച്ചക്കാരൊക്കെ തിന്നിട്ടാണ് ജീവിച്ചത്. പലപ്പോഴും റസൂല് വിശന്ന് പൊരിഞ്ഞ അസഹനീയമായി വീട് വിട്ടിറങ്ങിയിട്ടൊക്കെ ഉള്ള കുറെ ചരിത്രങ്ങൾ കാണാൻ കഴിയും. പക്ഷെ ആ റസൂല് പോലും 67 അടിമകളെ മോചിപ്പിച്ചു എന്നാണ്. ഒരടിമ ഒരു മുതലാ. ആയിഷ റളിയല്ലാഹു അൻഹ 60-ലേറെ അടിമകളെ മോചിപ്പിച്ചു. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു 1000 അടിമകളെ മോചിപ്പിച്ചു. അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു അൻഹു 30,000 അടിമകളെ മോചിപ്പിച്ചു എന്നാ പറഞ്ഞു. 30,000 അടിമകളെ. ഈ അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാൽ അവരുടെ കൂട്ടത്തിൽ സമ്പന്നനായ അദ്ദേഹത്തിന്റെ ചില നടപടികളൊക്കെ കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോവും. അദ്ദേഹം ഒരിക്കൽ വലിയ കച്ചവട സംഘവുമായി കയറി വന്നപ്പോ റസൂല് പെട്ടെന്ന് പറഞ്ഞു സഹാബാക്കളോട്, മുതലാളിമാരൊക്കെ 1/2 ദിവസം കഴിഞ്ഞ് സ്വർഗത്തിലെത്തും. 1/2 ദിവസം കുറച്ച് സുദീർഘമാണ് പരലോകത്ത്. അപ്പൊ ഞങ്ങൾ അബ്ദുറഹ്മാൻ ഔഫ് വൈകിയാണല്ലോ സ്വർഗത്തിലെത്തുക എന്നുള്ള സഹാബാക്കൾ ദുഃഖിതരായി. സഹാബാക്കൾ വന്നപ്പോ അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു അൻഹു വന്നപ്പോ എല്ലാവരും ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് കണ്ടപ്പോ എന്താ കാരണം എന്ന് ചോദിച്ചപ്പോ റസൂൽ ഇങ്ങനെ പറഞ്ഞു എന്നാ പറഞ്ഞു. മൂപ്പര് പറഞ്ഞു, ഞാൻ ഈ കച്ചവട സംഘത്തിലെ ചരക്കുകൾ മുഴുവൻ ദാനം ചെയ്യുന്നു, എനിക്കങ്ങനെ വൈകി ചെല്ലാൻ പറ്റൂല സ്വർഗത്തില്. അതേപോലെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കാലത്ത് ക്ഷാമം ബാധിച്ചപ്പോ അബൂബക്കർ റളിയല്ലാഹു സുബൈക്ക് ദുആ ചെയ്തു, കുറച്ചോനെ എന്തെങ്കിലും വഴി കാണിച്ചു തരണേ. ആ സമയത്ത് അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹുവിന്റെ കാഫില വന്നു, കച്ചവട സംഘം. മദീനയിലെ കച്ചവടക്കാരൊക്കെ ഇരച്ചു കയറി ചെന്നിട്ട് പറഞ്ഞു, 10-ന് 12 തരാം, 10-ന് 13 തരാം, 15 തരാന്ന് വരെ പറഞ്ഞു. ബാർട്ടർ സിസ്റ്റം അല്ലേ. പക്ഷേ അദ്ദേഹം ആർക്കും കൊടുക്കണില്ല. അദ്ദേഹം തലയിൽ ഒരു മുണ്ടും ചുറ്റിയിട്ട് ഇങ്ങനെ അങ്ങോട്ട് നടക്കുക. അതിനിടയ്ക്ക് മുമ്പ് പറഞ്ഞു, ഞാൻ അത് 10-ന് 100 തരാന്ന് പറഞ്ഞ ആൾക്ക് വിറ്റിട്ടുണ്ട്. അതാരാ? മദീനയിലെ കച്ചവടക്കാരൻ. അപ്പോഴാണ് അദ്ദേഹം അതെല്ലാം ദാനം ചെയ്തിരിക്കുന്നത്. റസൂലുള്ള ഒരാളോട് പറഞ്ഞു, നിങ്ങൾക്ക് അയാൾ സഹായം തേടി വന്ന ആളോട് പറഞ്ഞു, തൽക്കാലം നിങ്ങൾ അബ്ദുറഹ്മാൻ ഔഫിന്റെ വീട്ടിൽ പോയിട്ട് ചോദിച്ചോളി, ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്, തരൂ. അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹുവിന്റെ വീട്ടിൽ ചെന്നപ്പോ അവിടെ ഒരു കശപിശ, വീട്ടിനുള്ളിൽ ചെറിയൊരു കശപിശ. അതെന്തോ സാധനം ചെലവാക്കിയാലോ അമിതമായി ഉപയോഗിച്ചാലോ ഉള്ള ഒരു പിശുക്കന്റെ വീട്ടിൽ നടക്കുന്ന കശപിശ പോലെ തോന്നി. അപ്പൊ ഇയാൾ തോന്നി, ഈ മനുഷ്യനോട് എങ്ങനെ സദക്ക ചോദിക്കുക? അദ്ദേഹം തിരിച്ചു പോന്നു. ആളെ കാണാതായപ്പോ അബ്ദുറഹ്മാൻ ഔഫ് റസൂലുള്ളാഹിയുടെ അടുത്ത് വന്നു. അപ്പൊ എന്താന്ന് ചോദിച്ചപ്പോ ആള് വടക്കുണ്ട്. എന്താ നിങ്ങൾ വരാൻ? ഞാൻ വന്നപ്പോ ഇങ്ങനെ ഒരു കശപിശയാണ് കേട്ടത്. അപ്പൊ പിന്നെ ചോദിക്കണ്ടെന്ന് വെച്ചു. അപ്പൊ അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ വീട്ടിൽ ആ ഒരു അച്ചടക്ക, സാമ്പത്തിക അച്ചടക്കം ഉണ്ട്.
ഞങ്ങളിങ്ങനെ അരിഷ്ടിച്ച് ജീവിക്കുന്നതാ. പക്ഷേ നിങ്ങൾക്കുള്ളത് ഞാൻ കരുതി വെച്ചിട്ടുണ്ടെന്നുണ്ട്. സ്വർണത്തിന്റെ ഒരു കിഴിയാണ് അദ്ദേഹം അയാൾക്ക് കൊടുത്തതെന്നാണ് അബ്ദുറഹ്മാൻ ഔഫ്. എന്നാലേ ഇത് അവരുടെ ഇടയിൽ അതിന്റെ ഒരു വില ശരിക്കും മനസ്സിലായിരുന്നു. സ്വർഗം കിട്ടാനുള്ള വഴി പൈസ കൊടുത്ത് മേടിക്കൽ തന്നെയാണെന്ന് ശരിക്കും അറിയാം. പൈസ കൊടുത്താൽ കിട്ടുന്ന സാധനമാണ് സ്വർഗമെന്ന് വളരെ കൃത്യമായി സഹാബാക്കൾ മനസ്സിലാക്കിയിരുന്നു. ഇന്നല്ലാഹസ്തറ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലുഹും ബിഅന്ന ലഹുമുൽ ജന്ന. അള്ളാഹ് ശരീരവും സമ്പത്തും വിലക്ക് വാങ്ങിയിരിക്കുന്നു സ്വർഗം തരാന്ന് പറഞ്ഞു. അപ്പൊ കാശ് എറിഞ്ഞാൽ കിട്ടും സ്വർഗം. നമ്മളതിനെ വേറെ രീതിയിലാണ് മനസ്സിലാക്കണമെങ്കിൽ ഇത് ശരിയാണ്. പൈസ കൊടുത്താൽ വാങ്ങാൻ കിട്ടും. അതിന്റെ ഒരു ചർച്ച സഹാബാക്കൾ റസൂലുള്ളാഹിയുടെ കാലത്ത് ഉണ്ടായിരുന്നു. അതായത് കുറെ സഹാബാക്കൾ റസൂലിന്റെ അടുത്തേക്ക് വരികയാണ്. ദരിദ്രരായ സഹാബാക്കൾ, പ്രത്യേകിച്ച് അഹ്ലു സുഫയിലൊക്കെ പെട്ട ആൾക്കാർ. അവര് സുജൂദ് ചെയ്താലും മുണ്ട് പൊങ്ങിയിട്ട് അവസാനം ഔറത്ത് വെളിവാകണ അത്രയും ചെറിയ തുണിക്കഷ്ണം കൊണ്ട് മറച്ച പട്ടിണിപ്പാവങ്ങളായ കുറെ മനുഷ്യന്മാര്. ഇവര് റസൂലുള്ളാഹിയുടെ അടുത്ത് വന്നിട്ട് ആവലാതി പറയാം. നമ്മളെ നാട്ടിലാണെങ്കിൽ അവർ പറഞ്ഞ ആവലാതി എന്തായിരിക്കും? ഞങ്ങളിങ്ങനെ കഷ്ടപ്പാടാണ്, ഞങ്ങൾക്കൊന്നും തരണില്ല, മുതലാളിമാരൊന്നും തരണില്ല എന്നാണല്ലോ നമ്മളെ സമൂഹത്തിൽ ആവലാതി വരിക. പക്ഷെ റസൂലിന്റെ സമൂഹത്തിൽ അവര് പറഞ്ഞ ആവലാതി വ്യത്യസ്തമാണ്. അവര് പറഞ്ഞ എന്താന്ന് പറഞ്ഞാല്, റസൂലെ ഞങ്ങളേൽ കാശില്ല, ഞങ്ങൾക്കൊന്നുമില്ല, ഞങ്ങൾ പാവങ്ങളാ, ഞങ്ങൾക്കൊന്നും സദക്ക കൊടുക്കാനില്ല, സക്കാത്ത് കൊടുക്കാൻ ഞങ്ങളേലില്ല, ഞങ്ങൾക്ക് എങ്ങനെ ഇപ്പൊ ഈ സ്വർഗം കിട്ടുക? എന്ന് മാത്രമല്ല നമ്മളെ കൂട്ടത്തിൽ കുറെ മുതലാളിമാരുണ്ട്. അവര് ചെയ്യുന്ന പണി എന്താ? പൈസ ഇങ്ങനെ ചെലവാക്കുക, എന്നിട്ട് അവര് സ്വർഗം മേടിച്ചെടുക്കുക. ഞങ്ങളെ കാര്യം എന്താ റസൂലെ? നോക്കിയേ, ചർച്ചയുടെ ഒരു വ്യത്യാസം ആലോചിച്ച് നോക്കിയേ. സഹാബാക്കള് മുതലാളിമാർ കൊടുക്കാത്തതിന്റെ കേസല്ല, കൊടുത്ത് സ്വർഗം മേടിക്കുന്നതിന്റെ കേസാ അവര് പറഞ്ഞത്. ഇവരിങ്ങനെ കാശ് ചെലവാക്കിയിട്ട് സ്വർഗം വാങ്ങാൻ ഞങ്ങൾ എന്താവും റസൂലെ? അപ്പൊ റസൂല് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്തോളി, നിങ്ങളതിൽ കാശില്ലാത്തോണ്ടല്ലേ ചെലവാക്കാത്ത, നിങ്ങൾ ബേജാറാകണ്ട. നിങ്ങൾ അതിന് പകരം 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒക്കെ ചൊല്ലിക്കോളി. അങ്ങനെ നിസ്കാരത്തിന് ശേഷം 33 തവണ ഇത് ചെല്ലാനുള്ള കാര്യം അപ്പളാ റസൂല് ഈ സമുദായത്തെ പഠിപ്പിക്കുന്നത്. അവരാ ചെല്ലിയിരുന്നത് ആദ്യം. പക്ഷെ കുറച്ച് കഴിഞ്ഞ് ഇവർ വീണ്ടും റസൂലിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എന്തേ ഇനിയും പ്രശ്നമായോ? അല്ല, പ്രശ്നമായിട്ടില്ല, ഇപ്പൊ ആ മുതലാളിമാരും ഇതൊക്കെ കൂടി ചെല്ലാൻ തുടങ്ങിയിരിക്കുന്നു. ഞങ്ങൾ ചെല്ലണ കണ്ടിട്ട് ഇപ്പൊ മുതലാളിമാരും ചെല്ലാൻ തുടങ്ങിയിരിക്കുന്നു റസൂലെ എന്നാണ് പറഞ്ഞത്. അപ്പൊ റസൂല് ചിരിച്ചിട്ട് പറഞ്ഞു, അത് സാരല്ല, നിങ്ങൾക്കുള്ള പ്രതിഫലം ലഭിക്കുമെന്ന് പറഞ്ഞു. ഞാൻ പറയുന്നത് ഇതിന്റെ ഒരു സമ്പത്ത് ചെലവഴിക്കുന്നതിന്റെ ഒരു പ്രാധാന്യം അവർ മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് റസൂല് ചോദിക്കുമ്പോൾ മുഴുവൻ കൊടുക്കാനും പകുതി കൊടുക്കാനും അവർ കഴിഞ്ഞു. മന്ദല്ലദി യുഖ്രിദുല്ലാഹ ഖർളൻ ഹസന എന്ന് ചോദിക്കുമ്പോ സ്വന്തം ആകെക്കൂടിയുള്ള വലിയൊരു തോട്ടവും വീടും അങ്ങനെ കൊടുത്തതിന് ശേഷം വീട്ടിൽ ചെന്ന് വിവരം പറയാൻ അവർ താല്പര്യം കാണിക്കുന്നു. ഇതൊക്കെ എന്താന്ന് പറഞ്ഞാൽ ഇസ്ലാം അതിന് കൊടുക്കുന്ന ഒരു പ്രാധാന്യം വളരെ ഗൗരവപൂർവ്വം നമ്മൾ മനസ്സിലാക്കട്ടെ. അങ്ങനെ കൊടുത്താൽ സമൂഹത്തിന്റെ ദാരിദ്ര്യം മാറും. നിങ്ങളോട് സക്കാത്ത് കിട്ടേണ്ടത് 8 വിഭാഗം ആളുകൾക്കാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്നമസ്സദഖാത്തു ലിൽ ഫുഖറാഇ വൽ മസാകീൻ വൽ ആമിലീന അലൈഹാ വൽ മുഅല്ലഫത്തി ഖുലൂബുഹും വഫി റിഖാബി വൽ ആരിമീന വഫി സബീലില്ലാഹി വബിനിസ് സബീൽ എന്ന ആയത്തിൽ 8 എണ്ണം പറയുന്നുണ്ട്. ആ 8 വിഭാഗം ആളുകളെ നമ്മൾ പരിശോധിച്ചാൽ അവർക്കാണ് സക്കാത്ത്. അതിൽ കുടുംബക്കാരെ പറഞ്ഞിട്ടില്ല, യത്തീം മക്കളെ പറഞ്ഞിട്ടില്ല. കുടുംബക്കാർക്കല്ല സക്കാത്ത്. സക്കാത്ത് പൊതുസമൂഹത്തിനുള്ളതാണ്. നല്ല മനസ്സിലാക്കണേ. കുടുംബക്കാർക്കും യത്തീം മക്കൾക്കും ഒക്കെ കൊടുക്കേണ്ടത് ബാക്കി 97 അവിടെ ഇരിക്കേണ്ടത് അതിൽ നിന്നാണ് എടുത്തു കൊടുക്കേണ്ടത്. ഭാര്യക്കും മക്കൾക്കും നമ്മൾ പോറ്റുന്ന യത്തീം മക്കൾക്കൊക്കെ. യത്തീം മക്കൾ അതിൽ പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ പള്ളി നടത്തിക്കൊണ്ടു പോകാൻ അതേപോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ 97 പൊതുസമൂഹത്തിന്റെ ഇതിൽ ഫുഖറാ മസാക്കീനും ഒക്കെ പറഞ്ഞിരിക്കുന്നു. അതില് വളരെ ശ്രദ്ധേയമായ ചില കാര്യങ്ങളുള്ളത്, ഒന്ന് വബിനിസ് സബീല വഫീ സബീലിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇസ്ലാമിന്റെ മുന്നേറ്റത്തിനും കാര്യങ്ങൾക്കൊക്കെ അതിൽ ചെലവഴിക്കാം. വഴിയാത്രക്കാരെന്ന് പറഞ്ഞാൽ അന്നത്തെ ഹോട്ടലുകളൊന്നും ഇല്ലാത്ത കാലത്ത് ഗതിയുമില്ലാതെ വഴിയിൽ കിടക്കുന്ന ആളുകളൊക്കെയാണ് ഉദ്ദേശിച്ചത്. കടബാധിതര്, അതേപോലെ തന്നെ അടിമത്വ മോചനത്തിനൊക്കെ ഈ സക്കാത്ത് ഉപയോഗിക്കാന്ന് പറഞ്ഞു. പക്ഷെ വൽ ആമിലീന അലൈഹ എന്ന് വളരെ മൂന്നാമത് തന്നെ പറഞ്ഞു എന്നുള്ളതാണ്. വൽ ആമിലീന അലൈഹ, സക്കാത്തിന്റെ സംഭരണ വിതരണത്തിൽ ഏർപ്പെട്ട തൊഴിലാളികൾക്കുള്ള ചെലവ് ഇതിൽ നിന്ന് എടുക്കാം. ഈ 8 എണ്ണത്തിൽ നിന്ന് എടുക്കാം. യത്തീമർക്ക് കൊടുക്കാൻ പറഞ്ഞില്ല, പക്ഷെ ഇവർക്ക് എടുക്കാം. അത്
വളരെ കൃത്യമാണ്. സക്കാത്തിന്റെ സംഭരണ വിതരണത്തിന് ആളുകൾ ഉണ്ടാവും, അവർക്കുള്ള ശമ്പളം കൊടുക്കേണ്ടി വരും, അതിന്റെ ചെലവ് അതിൽ നിന്ന് തന്നെ എടുക്കാമെന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. പക്ഷെ ഇവിടെ നമ്മൾ വളരെ എളുപ്പ ഒരു കാര്യം മനസ്സിലാക്കാൻ കഴിയും. സക്കാത്ത് എന്ന് പറയുന്നത് സംഘടിതമായി ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇസ്ലാമിലെ എല്ലാ ആരാധനകളും സംഘടിതമാണ്. അതിപ്പോ ഒറ്റക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ സലാത്തുൽ ജമാഅത്തി ഖൈറു മിൻ സലാത്തിൽ ഫർദി ബി 27 ദറജ, ഒറ്റക്ക് നമസ്കരിക്കുന്നതിനേക്കാൾ 27 ഇരട്ടി പ്രതിഫലം ജമാഅത്തായി നമസ്കരിക്കുമ്പോൾ ഉണ്ട് എന്നാണ്. എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല എന്താ 27 ഇരട്ടി കൊടുക്കാനുള്ളത്. കാരണം ഒന്നും കൂടുതൽ ചെയ്യണില്ല. നമ്മൾ ലോഹർ ഇമാമിന്റെ കൂടെ നമ്മൾ എന്താ ചെയ്യുന്നത്? മഗ്രിബ് ഇശാക്ക് ആണെങ്കിൽ ഇമാമ ഓതണത് കേട്ടു കൊടുത്താൽ മതി, നമ്മൾ ഓതും കൂടി വേണ്ട ചില മദ്ഹബ് പ്രകാരം. എന്ന് പറഞ്ഞാൽ ഒന്നും കൂടുതൽ ചെയ്യാതെ തന്നെ 27 ഇരട്ടി പ്രതിഫലമാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം 27 ഇരട്ടി പ്രതിഫലം കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ ജമാഅത്ത് നമസ്കാരത്തിന് അതിന് അത്രയും പ്രാധാന്യമുണ്ട്. അസഫ് ശരിയാക്കണം, യുദ്ധത്തിൽ പോലും ജമാഅത്തായിട്ട് നിസ്കരിക്കണം എന്നാ. എവിടെങ്കിലുമൊക്കെ രണ്ടരക്കാത്താൾ നിസ്കരിച്ചോളൂ എന്ന് പറയില്ല, അവിടെയും. എന്നിട്ട് ആ യുദ്ധത്തിൽ ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ പാലിക്കേണ്ട മര്യാദയാണ് ഖുർആൻ വിശദീകരിച്ചത്. 2 സഫാകണമെന്നും ആദ്യത്തെ സഫ് സുജൂദുർ റുക്കോയിലും പോകുമ്പോഴും എല്ലാവരും കൂടി സുജൂദിൽ പോകരുതെന്നും, രണ്ടാമത്തെ സഫ് സുജൂദുർ റുക്കോയിലും നിന്നുകൊണ്ട് ശത്രുവിനെ നിരീക്ഷിക്കണമെന്നൊക്കെയുള്ള കാര്യങ്ങൾ അവിടെയാണ് പഠിപ്പിക്കുന്നത്. അപ്പോ വളരെ കൃത്യമാണ് നമസ്കാരം. അത് അങ്ങനെയുള്ള റുസ്തമൊക്കെ മുസ്ലിങ്ങളെ നിസ്കാരം കണ്ടിട്ട് ബേജാറായത്. അതേപോലെ നോമ്പ് മുസ്ലിങ്ങൾ എപ്പോഴെങ്കിലും നോമ്പ് പറ്റാ പോരാ, 30 നോമ്പ് പറ്റാ പോരാ. ലോക മുസ്ലിങ്ങൾ എല്ലാവരും കൂടി റമദാനിൽ തന്നെ നോമ്പ് നോക്കണം. അതേപോലെ ഹജ്ജ് എന്ന് പറയുന്നത് ഭയങ്കര അത്ഭുതകരമായ ഒരു കർമ്മമാണ്. അതായത് സാധാരണ ഹിന്ദുക്കളൊക്കെ അവരുടെ ക്ഷേത്രങ്ങളിലേക്ക് പോകുന്നത്, ഇപ്പൊ ഗുരുവായൂർ അമ്പലത്തിൽ പോകാൻ കാരണം ഗുരുവായൂർ അപ്പൻ അവിടെ ഉള്ളൂ, വേറെ എവിടെ ഇല്ല. ശബരിമല അയ്യപ്പൻ ശബരിമലയിലേ ഉള്ളൂ, വേറെ എവിടെ ഇല്ല. അതുകൊണ്ട് ശബരിമലക്ക് അവർക്ക് പോണം. പക്ഷെ ഇതല്ലല്ലോ. നിങ്ങളെ പള്ളിക്കലുള്ള അത് തന്നെയാണ് മക്കത്തെ പള്ളിക്കലും ഹറമിലും മദീനത്തും ഉള്ളൂ. പിന്നെ എന്തിനാ നമ്മൾ കണ്ട കോടികൾ ഒരു വർഷം ഹജ്ജിന് വേണ്ടി ഉംറക്കും വേണ്ടി മുസ്ലിം ലോകം ചെലവാക്കണ കോടികളൊന്ന് കണക്കൂട്ടി നോക്കിയേ. എത്ര ലക്ഷം കോടി രൂപ ചെലവാക്കുന്നുണ്ട്. ഇത്രയും ചെലവാക്കിയിട്ട് അവിടെ വരാൻ പറഞ്ഞ എന്തിനാ? ലിയഷ്ഹദു മനാഫിയഹും, ചിലതിന് സാക്ഷ്യം വഹിക്കാനാണ്. ഇനി ഈ ഹജ്ജ് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഈ ഹജ്ജ് ഇപ്പൊ ശബരിമലക്കാണോ ഹജ്ജിനാണോ കൂടുതൽ തീർത്ഥാടകർ പോകാന്ന് വെച്ചാൽ സംശയമില്ല, ശബരിമലക്കാണ്. ഹജ്ജിനേക്കാൾ ഇരട്ടി ആൾ പോകുന്നുണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷെ ശബരിമലയിൽ എപ്പോ പോയി നോക്കിയാലും ഒരു 20,000 ആളാണ് മാക്സിമം ഉണ്ടാവുള്ളൂ. പക്ഷെ ഹജ്ജിന്റെ പ്രത്യേകത 35 ലക്ഷം ആണെങ്കിൽ 35 ലക്ഷവും ഒന്നിച്ചാണ് അറഫയിൽ, 35 ലക്ഷവും ഒന്നിച്ച് മിനയിൽ, 35 ലക്ഷം ഒന്നിച്ച് മുസ്ദലിഫയിൽ. ഈ 3 ദിവസം 4 ദിവസം താമസിക്കാനും ഈ പറഞ്ഞ ആളുകൾക്ക് മുഴുവൻ മിനയിൽ ടെന്റ് ഉണ്ടാക്കണം. ഒരൊറ്റ പകല് ചെലവഴിക്കാൻ വേണ്ടി അറഫേല് ശീതീകരിച്ച ടെന്റ് ഉണ്ടാക്കണം. ഇത് എപ്പോഴെങ്കിലുമൊക്കെ വന്നിട്ട് അറഫേലും മുസ്ദലിഫയിലും നിന്നോളി, അള്ളാഹ് അവിടെ ഉണ്ടല്ലോ വിളിച്ചോളി എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പൊ ഹജ്ജിന് ചെലവാക്കുന്ന പൈസയുടെ 10-1 അല്ലെങ്കിൽ 8-1 ചെലവാകും. പക്ഷെ എന്താണ്, ലോക മുസ്ലിമീങ്ങൾ എല്ലാവരും ഒന്നിച്ച് ഹജ്ജ് ചെയ്യാണ്. ഇതിന് അതുകൊണ്ട് ശക്തമായ ചില മൂല്യങ്ങൾ ഇസ്ലാം നേടുന്നുണ്ട്, ഇസ്ലാമിക സമൂഹം നേടുന്നുണ്ട്. ഇതേപോലെ ഇസ്ലാമിന്റെ സക്കാത്ത് അങ്ങനെ ഒറ്റക്കൊറ്റക്ക് ചെയ്യാൻ എവിടെയും പറഞ്ഞിട്ടില്ല, അതും സംഘടിതമാണ്. അതുകൊണ്ടാണ് ആമിലീന അലിഹ വന്നത്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കാലത്ത് സക്കാത്ത് നിഷേധികൾ എന്നാണ് നമ്മൾ സാധാരണ പ്രസംഗത്തിലൊക്കെ പറയാം. തെറ്റാണ് ആ പ്രയോഗം. സക്കാത്ത് ആരും കൊടുക്കൂല എന്ന് പറഞ്ഞിട്ടില്ല. കുറച്ച് ആൾക്കാർ സക്കാത്ത് അവര് കൊടുത്തോളാം, ബൈത്തുൽ മാലിൽ അടക്കൂല എന്ന് പറഞ്ഞു. അപ്പോഴാണ് സ്വാത്വികനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു മിമ്പറിൽ കയറിയിട്ട് വല്ലാഹി ലൗ ഖാതിലന്ന മൻ ഫറഖ ബൈന സ്വലാത്തി വസ്സക്കാ, നമസ്കാരത്തിനും സക്കാത്തിനും ഇടയ്ക്ക് വിലവ് കൽപ്പിച്ചവരോട് ഞാൻ യുദ്ധം ചെയ്യും. ലൗ മനഊനി ഖാല ലഖാതൽതുഹും അലൈഹ, അള്ളാഹിന്റെ റസൂലിന്റെ കാലത്ത് ഒരു ഒട്ടകത്തിന്റെ കയറാണ് ഒരാൾ ബൈത്തുൽ മാലിലേക്ക് അടച്ചിരുന്നത് തടഞ്ഞാൽ വിടില്ല, ഞാൻ കൊന്നുകളയും. ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ചോദിച്ചു, അല്ല ഖലീഫ, അവര് സക്കാത്ത് തരാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഖലീഫ പറഞ്ഞു, പറ്റൂല, തരാന്ന് പറഞ്ഞാൽ പറ്റൂല, അവര് ബൈത്തുൽ മാലിൽ അടക്കന്നെ വേണം. ഇനി അതാണ് സക്കാത്ത്. ഇനി 2 അത്തരം സാമൂഹിക ഇസ്ലാമിക രാഷ്ട്രങ്ങളൊന്നും ഇല്ലെങ്കിലും നമുക്ക് സക്കാത്ത് സംഘടിതമായി കൊടുക്കുക വഴി ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. ഞാൻ നാളെ വെറുതെ
കേരളത്തിൽ അതിസമ്പന്നരായ 10 ആളുകളുടെ പേര് വന്നപ്പോൾ അതിൽ 4 ആൾ മുസ്ലിമാ. അവരുടെ പേരിന്റെ സൈഡിൽ അവരുടെ മുതലും എഴുതിയിട്ടുണ്ട്. 64,000 കോടി രൂപ. പിന്നെ അങ്ങനെ കുറവ് ഒക്കെ കൂടി 1,00,000-ലേറെ കോടി രൂപ ഉണ്ട്. 1,00,000 കോടി രൂപക്ക് എത്ര ആയിരം കോടി രൂപ സക്കാത്ത് ഉണ്ടാവും? 25,000 കോടി രൂപ. 2,500 എത്ര കോടി രൂപ സക്കാത്ത് അവര് 4 ആൾ കൊടുക്കണം. 50 പവൻ സ്വർണമുള്ള ആളുകള്, സ്ത്രീകള് 10,000 പേരുണ്ട്. 750 പവൻ സ്വർണം, 750 കോടി രൂപ സക്കാത്ത് കൊടുക്കേണ്ടി വരും. ഇത് കേരളത്തിലെ സക്കാത്ത് ശരിക്ക് പിരിക്കേണ്ട പോലെ പിരിച്ചാൽ, പണ്ടൊക്കെ നമ്മൾ 5 കൊല്ലം എന്ന് പറഞ്ഞപ്പോൾ 2 കൊല്ലം കൊണ്ട് കേരള സമ്പന്നമാകും. കൊടുത്ത മുതലാളിമാര് സമ്പന്നരാകും, ആകെ ഐശ്വര്യം നിറയും. ഇത് മുതലാളിമാരെ കാശ് ഇങ്ങനെ അവിടെ എടുക്കുക എന്നല്ല, ഇത് ഐശ്വര്യപൂർണ്ണമാകുന്നില്ല. ശരിക്കും സക്കാത്ത് കൊടുത്ത മുസ്ലിങ്ങൾ മാത്രമല്ല എല്ലാവരും രക്ഷപ്പെടും. സക്കാത്ത് മുസ്ലിങ്ങൾക്ക് മാത്രം എന്ന് പറയാൻ പറ്റൂല. വൽ മുഅല്ലഫത്ത് ഖുലൂബ് എണ്ണീട്ടുണ്ടല്ലോ. ഹൃദയം കൊണ്ട് ഇണങ്ങിയ ആളുകൾ എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളല്ലല്ലോ. ഇസ്ലാമിനെ മുസ്ലിങ്ങളെ കണ്ടാൽ കല്ലെറിയാത്ത, കൊല്ലാത്ത, അവരെ വീടുകളിൽ നിന്ന് ആട്ടിപ്പായിക്കാത്ത മുസ്ലിം സമൂഹത്തോട് ഇണക്കമുള്ള ആളുകളെ മുഅല്ലഫത്ത് ഖുലൂബ് എന്ന് പറയാം. അവർക്കും സക്കാത്ത് കൊടുക്കാം. അവർ കൊടുത്താൽ അത് ഇണക്കം പോലെ നമുക്കൊക്കെ ജീവിതത്തിൽ ഒരുപാട് അനുഭവം ഉണ്ടായിട്ടുള്ളതാണ്. അപ്പൊ അങ്ങനെ മുഅല്ലഫത്ത് ഖുലൂബിന് കൊടുത്തിട്ട് തന്നെ അവർ ഹിദായത്തിൽ എത്താൻ അവരെ സഹായിച്ചിട്ടുണ്ട്. അപ്പൊ മുഅല്ലഫത്ത് ഖുലൂബിനും കൊടുക്കുക, സമൂഹം മൊത്തം ഐശ്വര്യപൂർണ്ണമായി തീരും. അപ്പൊ ഇത് സക്കാത്തിന്റെ ഈ ഒരു സ്വഭാവത്തിൽ വളരെ കൃത്യമായി സക്കാത്ത് എന്ന് പറയുന്ന സംവിധാനത്തെ ഒരു വലിയ ലക്ഷ്യത്തോടു കൂടി ഇസ്ലാമിക സമൂഹം കൊണ്ടുവരേണ്ടതുണ്ട്. അതോടുകൂടി ലോകത്ത് ഇസ്ലാമിക സമൂഹത്തിന് ഐശ്വര്യമുണ്ട്. അവസാനം എന്തായി? പച്ചവെള്ളം കാശിന് വിറ്റിരുന്ന സാമൂഹിക അവസ്ഥയിൽ നിന്ന് ഇസ്ലാം സക്കാത്ത് പേടിക്കാനില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിയില്ലേ? ഉമർ റളിയല്ലാഹുവിന്റെ കാലത്ത് ക്ഷാമം ബാധിച്ച് കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഏതാനും കൊല്ലം കൊണ്ട് സക്കാത്ത് മേടിക്കാൻ ആളില്ലാത്ത അവസ്ഥയും ഉണ്ടായിത്തീർന്നു. അപ്പൊ ഈ ഒരവസ്ഥ ലോകത്ത് ഉണ്ടാകണമെങ്കിൽ സക്കാത്ത് സംവിധാനങ്ങൾ ഏറ്റവും ശക്തമായി ഉണ്ടാവുക തന്നെ വേണ്ടതുണ്ട് എന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താറുള്ളത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോഴാണ് നമുക്ക് സുഖവും സന്തോഷവും ഒക്കെ ഉണ്ടാവുക. അത് ആ ഒരു കൾച്ചറിലേക്ക് ഇസ്ലാമിക സൊസൈറ്റി മാറണം. മുമ്പ് നിസ്കാരം കുറവുണ്ടായിരുന്നേക്കും മാറി. ഇപ്പൊ നമ്മളെ മഗ്രിബിന് പോലെ പള്ളി പോയ ജുമാ പോലെ അയക്കണം. ഏതോ ചില ആജേക്കന്മാർ അജിന് പോണവരും എല്ലാവരും പോലെ തുടങ്ങി. ഇതേപോലെ സക്കാത്തിന്റെ വിഷയത്തിൽ പൗരോഹിത്യ ഈ വല്ലദീനൊക്കെ ദഹബട മുമ്പ് അള്ളാഹ് പറഞ്ഞത് പുരോഹിതന്മാരും പാതിരിമാരുടെയും നിലപാടുകളെ കുറിച്ചാണ്. സമ്പത്ത് സാമൂഹികമായി വിതരണം ചെയ്യുന്നതിൽ എപ്പോഴും തടസ്സം നിൽക്കുക പൗരോഹിത്യം തന്നെയായിരിക്കും. കാരണം അതിൽ പൗരോഹിത്യത്തിന്റെ ദുഷ്ടലാക്കുകൾ നടക്കൂല. അപ്പൊ അതിനെ മറികടന്ന് ഇസ്ലാമിന്റെ സാമ്പത്തിക വ്യവസ്ഥയുടെ പുനരുത്ഥാനം ഒരു സമൂഹത്തിൽ സൃഷ്ടിക്കപ്പെട്ടു കഴിഞ്ഞാൽ അത്ഭുതകരമായ മാറ്റം ഉണ്ടാക്കാൻ കഴിയും. അപ്പൊ കേരളത്തിൽ 1,000 കോടി സക്കാത്ത് കിട്ടിയാൽ തന്നെ ഒരു പഞ്ചായത്തിന് 1 കോടി കിട്ടും. എത്രയോ ചുരുങ്ങിയത് 50,000 കോടി രൂപയുടെ സക്കാത്തെങ്കിലും മിനിമം കിട്ടും. ഒരു പഞ്ചായത്തിൽ 5 കോടി കിട്ടിയാൽ പിറ്റത്തെ കൊല്ലം അവരേന്നും കൂടി സക്കാത്ത് മേടിച്ചാൽ ഇപ്രാവശ്യം സക്കാത്ത് കിട്ടിയ ആളേന്ന് അടുത്ത കൊല്ലം സക്കാത്ത് ഇങ്ങോട്ട് വാങ്ങണം. ഇതിപ്പോ നാട്ടിൽ എന്താ നടക്കണമെന്ന് ചോദിച്ചാല്, നമ്മുടെ നാട്ടിലൊക്കെ നടക്കണേ റമദാന്റെ 27 രാവാന്ന് പറഞ്ഞിട്ട്, 27 രാവാന്ന് പറഞ്ഞ് പറ്റിക്കുകയാണ്. 27 രാവിനല്ല കൊടുക്കണേ. കൊടുക്കണത് 27 രാവ് ആകുന്നതിന് മുമ്പ് 26ന്റെ പകല്ല. രാവ് എന്ന് പറഞ്ഞാൽ രാത്രി എന്നാണല്ലോ. 27 രാവിന് പൈസ കൊടുക്കണമെങ്കിൽ മാരിബിക്ക് ശേഷം കൊടുക്കണം. ഇത് 27 രാവ് ആകുന്നതിന് മുമ്പ് 26ന്റെ പകലിൽ ഓടി വരുന്ന ആളുകൾക്ക് അങ്ങനെ കൊടുക്കും, ചില്ലറകൾ കൊടുക്കും. അപ്പൊ ഞാനൊക്കെ പണ്ട് സർക്കാർ സ്കൂളിലാണ് പഠിപ്പിച്ചിരുന്നത്. കുട്ടികളൊക്കെ ഈ പൈസ വാങ്ങാൻ പോകും. പിന്നെ 27 രാവ് കഴിഞ്ഞ് പെരുന്നാൾ കഴിഞ്ഞാൽ വരും. എന്താണ് കാശ് ചെയ്തതെന്ന് ചോദിച്ചാൽ എത്ര കിട്ടി? ഇപ്പൊ അവസാനമൊക്കെ എത്തിയപ്പോൾ 3,000-4,000 ഒക്കെ കിട്ടും എന്ന് പറഞ്ഞു. എന്താ ചെയ്യുക? കുന്നംകുളത്തുനിന്ന് 2 സിനിമ കാണും, കുറച്ച് പടക്കം മേടിക്കും. അങ്ങനെ ഇസ്ലാമിന്റെ സക്കാത്ത് അങ്ങോട്ട് പടക്കം പൊട്ടിച്ച് തീരാണ് നമ്മുടെ സമൂഹത്തിൽ. പകരം ആ സക്കാത്ത് ഒരു കുടുംബത്തെ കരകയറ്റും വിധം വിതരണം ചെയ്താൽ വളരെ കൃത്യമായി സാമൂഹിക പുരോഗതി ഉണ്ടാക്കിയെടുക്കാനും കഴിയും. ഇതാണ് ഈ വിഷയത്തിൽ ഏതാണ്ട് സമയമായതുകൊണ്ട്
ഞാൻ ആ വിഷയത്തെ ഇതിന്റെ ഒരു മർമ്മപ്രധാനമായ ചില വശങ്ങൾ പറഞ്ഞു. എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി ചർച്ചയിൽ നിങ്ങൾക്ക് വല്ലതും ഉണ്ടെങ്കിൽ വിട്ടുപോയ ഭാഗങ്ങളുണ്ടെങ്കിൽ നമുക്ക് പൂരിപ്പിക്കാൻ കഴിയും. അപ്പോൾ വളരെ പ്രാധാന്യപൂർവ്വം നമ്മളെല്ലാവരും പരസ്പരം കൊടുക്കേണ്ട ഒരു വിഷയമാണ് സക്കാത്ത്. ആ സക്കാത്ത് കൊടുക്കുന്നവർക്കാണ് അള്ളാഹു വലിയ സ്വർഗവും ഒരുക്കിയിട്ടുള്ളത്. അതിൽ അലംബാബ് കാണിച്ചവർക്ക് നരകമുണ്ട് എന്ന പേടിയും നമ്മുടെ മനസ്സിലുണ്ടാകണം. ഇസ്ലാമിന്റെ ഒരു മഹത്തായ വിപ്ലവം തന്നെ ഈ വിഷയത്തിലാണ് നടക്കേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.